ഇതാണ് നമ്മുടെ മൂട്ടിപ്പഴം വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിലുള്ള കായകളാണ് മൂട്ടിപ്പഴത്തിൽ ഉണ്ടാകുന്നത്. ഒരു പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഹലോ, നമസ്കാരം. ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മൂട്ടിപ്പഴമാണ് കേട്ടോ എൻ്റെ ഈ പിന്നിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ചെറിയ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം ഒന്ന് കാണിച്ചു ആദ്യം തന്നെ. ഇതിൻ്റെ കട്ടിങ് സൈഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഞാൻ ആ പഴം ഒന്നും ഉണ്ടായി വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതല്ലേ, ചെറിയ കായകൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു വിശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന പോലെ ചെറിയ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. കണ്ടല്ലോ, വലുതാവുന്നതിനനുസരിച്ച് നമുക്കൊരു വീഡിയോ അതിന് ശേഷം ഇടാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിലുള്ള കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് മൂട്ടിപ്പഴം വരുന്നത്. ഒരു കായ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സംഘടിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കണ്ടല്ലോ, ഈ വലുപ്പമുള്ളത് ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വരും. ഒരു കൊലങ്ങ എടുത്തു എന്ന് മാത്രമേ ബാക്കിയുള്ളൂ, ഒന്നും ആയിട്ടില്ല, മൂത്തിട്ടില്ല. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വരും. ഒരു പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് ഈ ഒരു കായ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു പഴത്തിന്. ഇത് നമ്മൾ അച്ചാറിടാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പച്ചക്ക് എടുത്തു കഴിഞ്ഞാൽ പുളിയാണ്, ലുബിയുടെ അത്ര പുളി ഉണ്ടാവില്ല, എങ്കിലും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതാണ് നമ്മുടെ തൈകൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കട്ടിങ്സ് തൈകളാണ്. നമ്മുടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നിൽക്കുന്ന ആ ഒരു പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഈ രീതിയിലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ചെറിയ ബാഗ് സൈസാണ്, ചെറിയ ബാഗ് സൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയും പോസ്റ്റിൻ്റെ ചാർജുമാണ്. പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത്. അടുത്തുള്ള പോസ്റ്റ് ഹൗസിലേക്ക് നമുക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഈ കാണുന്ന രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾറെഡി കായ വന്നിട്ടുള്ള പ്ലാന്റിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റോക്കിലേക്ക് കയറിയിട്ടുള്ളത് മുന്തിരിപ്പേരയാണ്. മുന്തിരിപ്പേര പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും പലരും. അപ്പോൾ കുറച്ചായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റോക്കിലേക്ക് കയറിയിട്ടുണ്ട്. വിത്ത് തൈകളാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ കായ്ക്കേണ്ടതാണ്. ഒരു 2 വർഷം വേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ കായ് പിടിച്ചു തുടങ്ങേണ്ടതാണ് പ്രോപ്പർ സാഹചര്യമാണെങ്കിൽ. വിത്ത് തൈയാണ് ഇപ്പോൾ കയ്യിലുള്ളത് കേട്ടോ. ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 120 രൂപയും പോസ്റ്റിൻ്റെ ചാർജുമാണ് നമ്മുടെ മുന്തിരിപ്പേരയ്ക്ക് വരുന്നത്. ഇപ്പോൾ മുന്തിരിപ്പേര പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവർക്കായിട്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളതാണ് മുന്തിരിപ്പേര എന്ന് പറയുന്നത്. ചെറിയ പേരക്കായയാണ്, അത് കൊലകൊലയായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഫ്ലേവറാണ്, ഭയങ്കര സ്മെല്ലാണ്, നല്ല ഫ്ലേവറാണ് ഇതിന്. പഴുത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ തൈകളൊക്കെ കണ്ടല്ലോ. ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് transfield.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ അതിൻ്റെ പിന്നെ മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകൾ വരും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.